ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 31 ശ്ലോകം 5. മഹാബലി തൻ്റെ ആചാര്യൻ്റെ വാക്കുകളൊന്നും വിലക്കെടുത്തില്ല. കാരണം തൻ്റെ വാക്കിൽ ഇത് ഭഗവാനാണ് എന്നറിഞ്ഞപ്പോൾ ഒന്നും കൂടിയും ഉറച്ചു നിന്ന് താൻ ദാനം ചെയ്യുക തന്നെ ആണ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും ആഗ്രഹിച്ചുകൊണ്ടുള്ള ദാനമല്ല, നിഷ്കാമമായിട്ടുള്ള ദാനമാണ് ഈ മഹാബലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതുമാണ്. എല്ലാം ഹരിക്കുന്ന ഹരിയാണ് ഇത് എന്ന് പറഞ്ഞു. മഹാബലിയുടെ ഭൗതിക ബന്ധനങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന ഹരി എന്നാണ് ഇവിടെ മഹാബലിക്ക് കിട്ടുന്ന അനുഗ്രഹം. അങ്ങനെ ശുക്രാചാര്യർ തടഞ്ഞിട്ടും എല്ലാം വാമനമൂർത്തിക്ക് സമർപ്പിക്കേണ്ടി വന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് തന്നെ മഹാബലി കരുതി. നിങ്ങളെല്ലാവരും ഏതൊരു ഭഗവാനെ പൂജിച്ച് ആരാധിച്ച് വരങ്ങൾ ചോദിക്കുന്നില്ലേ, ആ ഭഗവാൻ വന്ന് എന്നോട് യാചിക്കുക, എന്നോട് ദാനം ചോദിക്കുക. അതിൽ പരം ഒരു സ്ഥാനം എനിക്ക് കിട്ടാൻ എന്താണുള്ളത്? എന്തായാലും ഞാൻ സത്യത്തിൽ നിന്നും പിന്മാറില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ ഗുരു തൻ്റെ പ്രിയ ശിഷ്യനെ ശപിച്ചു. ഞാൻ കാരണം നേടിയിട്ടുള്ള സകല ഭൗതിക ഐശ്വര്യങ്ങളും നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴെങ്കിലും പിന്മാറുമെന്ന് വിചാരിച്ചു. പക്ഷേ മഹാബലി പിന്മാറിയില്ല. മഹാബലിയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി വിന്ധ്യാവലി പാദം കഴുകാനുള്ള വെള്ളം കൊണ്ടുവന്നു. സർവാഭരണം വിഭൂഷിതയായി സ്വർണ്ണകുംഭത്തിലെ സകല ആദരവോടും കൂടി തന്നെ മഹാബലി വാമനമൂർത്തിയുടെ പാദം കഴുകിച്ച് തീർത്ഥത്തിനെ തൻ്റെ ജന്മപുണ്യം എന്ന് കരുതി ശിരസിൽ ധരിച്ചു. അന്ന് അങ്ങനെ സകലതും ആ ബലി ഭഗവാനെ അങ്ങേക്ക് തന്നു അല്ലേ എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ പറയണത്. 5-ാമത്തെ ശ്ലോകം. യാചത്യേവം യദി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമ്യേവ സ്ഥിരം ഇതി വദൻ കാവ്യശബ്ദോഭിദൈത്യ വിന്ധ്യാവല്യ നിജദയിതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമഭി സ പ്രാർപ്പയ തോയപൂർവം. ഭട്ടതിരിപ്പാടും കൂടി പറയാണ്, ചിത്രം ചിത്രം, അയ്യോ ഇത്രയും വലിയ ഒരു അത്ഭുതം ആണല്ലോ ഈ മഹാരാജാവ് പ്രവർത്തിച്ചത്. അർത്ഥം, സ ഭഗവാൻ ഏവം, ആ അങ്ങ് പറഞ്ഞിട്ടുള്ള ഹരി ആ ഭഗവാൻ തന്നെയാണ്. ഏവം യതി യാചതി, ഇവിടെ എൻ്റെ മുന്നിൽ വന്ന് യാചിക്കുന്നത് 3 അടി മണ്ണ് എങ്കിൽ സ അഹം പൂർണ്ണകാമ, അപ്പോൾ പിന്നെ ഞാൻ എത്രമാത്രം സന്തുഷ്ടനായിരിക്കണം. പൂർണ്ണകാമ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ സാധിച്ചവനായിരിക്കുന്നു. ദാസ്യാമി ഏവ, ഞാൻ ദാനം ചെയ്യുക തന്നെ ചെയ്യും. ഇതി സ്ഥിരം വദൻ, അങ്ങനെ സ്ഥിരബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞനായിട്ട് താൻ ഉറച്ച ബുദ്ധിയിൽ നിന്നും ആ വാക്കിൽ നിന്നും അല്പം പോലും മാറാതെ അചഞ്ചലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സദൈത്യ, ആ മഹാബലി അസുരരാജാവ്. കാവ്യ ശബ്ദ അഭി, കാവ്യ ഉശന എന്നൊക്കെ പറയുന്നത് ശുക്രാചാര്യരുടെ വേറെ പേരാണ്. കാവ്യ ശബ്ദാഭി, ശുക്രാചാര്യരാൽ ശപിക്കപ്പെട്ടിട്ടും നിജദയിതയാ വിന്ധ്യാവല്യ, തൻ്റെ മനസ്സറിയുന്ന പ്രിയ പത്നിയായിട്ടുള്ള വിന്ധ്യാവലിയാൽ, വിന്ധ്യാവലി എന്നുള്ള പേര് പോലും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് മേൽപ്പത്തൂര്, അത്രയും ബഹുമാനത്തോടു കൂടിയിട്ട്. ദത്ത പാദ്യായ, പാദ്യം എന്ന് പറഞ്ഞാൽ ഈ ദാനം ചെയ്യുമ്പോൾ മുൻപേ അവിടെ കുറച്ച് വെള്ളം അർപ്പിക്കണം, അതിനുള്ള ആ ജലമാണ്. ആ പാദ്യം നൽകി വിന്ധ്യാവലി, അതിനെക്കൊണ്ട് തുഭ്യം തോയപൂർവം, ജലം കൊണ്ട് ജലമാദ്യം നൽകിയിട്ട് പൂർവം ജലം നൽകിയിട്ട് സകലമഭിപ്രാർപ്പയത് എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ സമർപ്പിച്ചു. ചിത്രം ചിത്രം, ഇതിൽ പരമൊരു അത്ഭുതം എന്താണുള്ളത്? ഭഗവാൻ നേരിട്ട് വന്ന് യാചിച്ചിട്ടും നൽകാൻ കഴിയാതിരുന്നാൽ
അതിനേക്കാളും ഒരു മൂഢൻ ആരാണുള്ളത്, നിർഭാഗ്യവാൻ ആരാണുള്ളത്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങയെ ആദരിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശുക്രാചാര്യർ ശപിച്ചു. നീ സർവ ഐശ്വര്യങ്ങളും ഇല്ലാത്തവനായിത്തീരും, നരകത്തിൽ പോകേണ്ടി വരും. എന്നിട്ട് മഹാബലി പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ പ്രഹ്ലാദൻ്റെ പൗത്രനല്ലേ. അതുപോലെ തന്നെ പത്നി, അതിന് ഏറ്റവും ഉചിതയായിട്ടുള്ള ഭാര്യ തീർത്ഥം കൊണ്ടുവന്നു, പാദം കഴുകിച്ചു. ഏറ്റവും പരിപാവനമായിട്ടുള്ള ആ തീർത്ഥം മഹാബലി ശിരസിൽ ധരിച്ചു, ധന്യനായി. അങ്ങനെ മണ്ണ് ദാനം ചെയ്യുകയും ചെയ്യാണ്. ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. ബലിയുടെ ഒരു സഹോദരി ഉണ്ട് അത്രേ, രത്നമാല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ അതിതേജസ്വിയായിട്ടുള്ള വാമനൻ നടന്നു വരികയാണ് ഇങ്ങനെ യാഗശാലയിലേക്ക്. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റു അങ്ങോട്ട് ചെന്ന് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞുവല്ലോ. അപ്പോൾ യാഗം കാണാനിരിക്കുന്ന ഈ രത്നമാലയും ആ ഉണ്ണിയെ കണ്ടു കൊതിച്ചു എന്നാണ്. ഈ കുട്ടിയെ മുലയൂട്ടാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്നത് പ്രാർത്ഥിച്ചു അത്രേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ആയല്ലോ. എല്ലാവരും പറഞ്ഞു ബലിയാണ്, ഹരിയാണ്, കൊടുക്കരുത് എന്ന് പറഞ്ഞു, പറ്റിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു. ശുക്രാചാര്യർ ശപിച്ചു. അങ്ങനെയൊക്കെ ആയപ്പോൾ ഈ സഹോദരിക്കും പേടിയായി, ദേഷ്യം വന്നു. ഈ കുട്ടിയെ ഞാൻ വിഷം കൊടുത്തു കൊല്ലും എന്നും വിചാരിച്ചു അത്രേ. അപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചു എന്നാണ്. രണ്ടും കൂടി അടുത്ത ജന്മത്തിൽ അതിന് സാധിക്കാണ്. ശ്രീകൃഷ്ണ ജന്മത്തിൽ പൂതനയായിട്ട് വന്നത് ഈ രത്നമാലയാണ് എന്നാണ് പറയണത്. യാചത്യേവം യതി സ ഭഗവാൻ, യാചിക്കാൻ വന്നിട്ടുള്ളത് അത് ഭഗവാൻ വിഷ്ണു തന്നെ ആണ് എങ്കിൽ, പൂർണ്ണകാമോ അസ്മി സോഹം, ഞാൻ പൂർണ്ണകാമനായിത്തീർന്നു, അനുഗ്രഹീതനായിത്തീർന്നു. ദാസ്യാമ്യേവ സ്ഥിരം ഇതി വദൻ, ഞാൻ എന്തായാലും വിചാരിച്ച ഭൂമി കൊടുക്കുക തന്നെ ചെയ്യും എന്ന് സ്ഥിരം വദൻ, ഉറപ്പിച്ചു പറഞ്ഞു. കാവ്യ ശബ്ദോ അഭി, അപ്പോൾ കാവ്യ ശുക്രാചാര്യരെ ശപിച്ചു. അഭി എങ്കിലും, ദൈത്യ ആ അസുരരാജാവ് മഹാബലി വിന്ധ്യാവല്യ നിജ ദൈതയ, ദൈതഭാര്യ തൻ്റെ ഭാര്യയായിട്ടുള്ള വിന്ധ്യാവലി കൊണ്ടുവന്ന ദത്തപാദ്യായ വെള്ളം ഉപയോഗിച്ച് തുഭ്യം ദാനം ചെയ്തു. ഭഗവാനെ അവിടത്തേക്ക് എല്ലാം ദാനം ചെയ്തുവല്ലോ. ചിത്രം, ഇത് വളരെ അത്ഭുതകരമായിരിക്കുന്നു. സകലമഭിസ, എല്ലാം തന്നെ മഹാബലി പ്രാർപ്പയ, അങ്ങേക്ക് സമർപ്പിക്കുകയല്ലേ ചെയ്തത്. തോയപൂർവം, വെള്ളത്തോടു കൂടിയാണ് സമർപ്പിച്ചത്. ഒന്നുകൂടി ശ്ലോകം നോക്കാം. യാചത്യേവം യതി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം, ദാസ്യാമ്യേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യ, വിന്ധ്യാവല്യ നിജദൈതയ ദത്തപാദ്യായ തുഭ്യം, ചിത്രം സകലമഭിസ പ്രാർപ്പയ തോയപൂർവം. എന്താണ് യഥാർത്ഥ കഥ എന്ന് നമ്മൾ മനസ്സിലാക്കി.